ജയലക്ഷ്മി ഇപ്പോഴും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അത് പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ സമാന്തരമായി പോലീസിന്റെ ഒരു അന്വേഷണം ചോദ്യം ചെയ്യലൊക്കെ തന്നെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ പുരോഗമിക്കുന്നു. കാരണം അവർ മൂന്നുപേരും കസ്റ്റഡിയിലാണ്. കുഞ്ഞിന്റെ അമ്മയും അച്ഛനും അമ്മയുടെ സഹോദരനും എല്ലാം തന്നെ കസ്റ്റഡിയിലാണ്. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണത്തിലെ ദുരൂഹത നീക്കുന്നതിന് വേണ്ടി ആ ചോദ്യം ചെയ്യലായിരിക്കും ഏറ്റവും നിർണായകമാവുക എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. ഏതായാലും കൊലപാതകം എന്നൊരു സാധ്യത തന്നെ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആരാണ് ഈ ക്രൂരമായ കൃത്യം ചെയ്തത് എന്നുള്ളതാണ് ഇനി ഏതായാലും അറിയേണ്ടത്. അതിനുവേണ്ടിയുള്ളൊരു അന്വേഷണത്തിലാണ് പോലീസ് നിലവിലുള്ളത്. ഏതായാലും പോലീസ് ഒരു കാര്യം ഒന്ന് ഉറപ്പിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും തന്നെ ആകാം ഈ കൃത്യം ചെയ്തത് എന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലും വരാനോ അല്ലെങ്കിൽ അത്തരം സാധ്യതകളൊന്നും തന്നെ പോലീസ് ഇപ്പോൾ നിലവിൽ ഏതായാലും പരിശോധിക്കുന്നില്ല. ഒപ്പം തന്നെ ശാസ്ത്രീയമായി ആ കാര്യങ്ങളൊക്കെ തന്നെ തെളിയിക്കണമെങ്കിൽ ഇനി ഫോറൻസിക്കിന്റെ അടക്കം പരിശോധനകൾ വീട്ടിനുള്ളിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മറ്റാരും പ്രവേശിക്കുന്നതിന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ പ്രവേശിക്കുന്നത് ഒഴിവാക്കി പോലീസ് വീട് പൂട്ടി സീൽ ചെയ്തത്. ഒപ്പം പ്രധാനപ്പെട്ട മുറികളെല്ലാം തന്നെ അവരുടെ കിടപ്പുമുറി, അതോടൊപ്പം തന്നെ അച്ഛൻ കിടന്നിരുന്ന സ്ഥലം, ഈ തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്ന മുറി, അതെല്ലാം തന്നെ നേരത്തെ തന്നെ സീൽ ചെയ്തിരുന്നു. അവിടെ ഇനി വിശദമായ പരിശോധനകൾ നടത്തും. പ്രത്യേകിച്ചും മണ്ണെണ്ണ എങ്ങനെയാ കിടപ്പുമുറിയിൽ എത്തി, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ടതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ തീ പിടിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു മുറിയായിരുന്നു അത്. അപ്പോൾ എങ്ങനെ അവിടെ മണ്ണെണ്ണ എത്തി, തീപിടുത്തം ഉണ്ടായി എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനി ആ ദുരൂഹതകളൊക്കെ തന്നെ നീക്കണം. അത് ചോദ്യം ചെയ്യലിൽ പോലീസിന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് കൃത്യമായ ഒരു പ്രതീക്ഷ. ഏതായാലും ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ നടത്തി വരികയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റും. ഇതറിഞ്ഞ് പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം നാട്ടുകാരും അതോടൊപ്പം ജനപ്രതിനിധികളും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവർക്ക് പലതരത്തിലുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഈ വാർഡ് മെമ്പറൊക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ട്. കാരണം പലരോടും കടം വാങ്ങാറുണ്ടായിരുന്നു. ആ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിൽ പൊതുപ്രവർത്തകരും അതോടൊപ്പം ഈ നാട്ടുകാരും ഒക്കെ ആയിട്ട് അവർക്ക് അത്തരത്തിൽ ഒരു പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പറയുന്നു.